ഇന്ന് മദീന ഇമാമിന്റെ വായിലൂടെ നിങ്ങൾ മസ്ജിദുൻ നബവിയിൽ വെച്ച് കേട്ടതായ റബ്ബിന്റെ കഴിവ് കൽപ്പിലേക്ക് ശാസ്ത്രത്തിലൂടെ, കണ്ടുപിടുത്തത്തിലൂടെ, വിജ്ഞാനത്തിലൂടെ, റോക്കറ്റിലൂടെ, ബോംബുകളിലൂടെ, കണ്ടുപിടുത്തങ്ങളിലൂടെ, അതുപോലെ ലോകത്തിലുള്ള അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിലൂടെ എത്താത്ത വിഭാഗം. എന്താ ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചൂടെ? മക്കയിലുണ്ടല്ലോ ഒരു കാബം, മക്കയിലുണ്ടല്ലോ കാബം. ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ ആ പുരോഗതി നമ്മുടെ നാട്ടു നേതാവായ സൗദി അറേബ്യൻ രാജാവിന് ചൈന സന്ദർശിച്ചപ്പോൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പുഞ്ചിരി തൂങ്ങിയിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും, ലോകം കേട്ടതാണ്. ഞങ്ങളുടെ കൂടെ കഅബയുണ്ട്, മക്കയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം. ഞങ്ങളുടെ കൂടെ കഅബയുണ്ട്, മക്കയുണ്ട്. നിങ്ങൾ ഈ എത്തിയതായ ഈ ഉയർന്ന സ്റ്റാൻഡേർഡൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെയല്ല. കാരണം ഇഹത്തിലും പരത്തിലും മനുഷ്യരാശിക്ക് വിജയിക്കാനുള്ള റൂട്ട് അത് ഞങ്ങളുടെ കൂടെയാണ്. ആ നിധിയിലൂടെ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുഞ്ചിരി തൂങ്ങിയപ്പോൾ ഈമാനുള്ള ആളുടെ രോമം പൊങ്ങിപ്പിടിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. അതെ, അതാണ് യാഥാർത്ഥ്യം. എന്ത്? നാം നമ്മെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക്, എത്തേണ്ട സ്റ്റാൻഡേർഡിലേക്ക്, എത്തേണ്ട റൂട്ടിലേക്ക്, എത്തേണ്ട വഴിയിലേക്ക് എത്താൻ സാധിക്കുന്നു. അവിടുന്ന് തന്നെ നാം ശത്രുക്കളെക്കാൾ, അമുസ്ലിങ്ങളെക്കാൾ, മതം പൊട്ടിയവരെക്കാൾ, മതമില്ലാതെ ജീവിക്കുന്നവരെക്കാൾ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് ഉയരാൻ പറ്റുന്നു.